ഇനി ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴയിൽ സ്കൂൾ ബസ് ഡ്രൈവർമാരിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ ലഹരി ഉപയോഗം കണ്ടെത്തിയതോടെ സ്കൂൾ ബസ്സുകളിൽ പരിശോധന വ്യാപകമാക്കി. ബസ് ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കണ്ടെത്താനായി കഴിഞ്ഞ ദിവസം നടത്തിയ സ്കൂൾ സുരക്ഷാ സ്പെഷ്യൽ ഡ്രൈവിൽ ജില്ലയിൽ 9 സ്കൂൾ വാഹന ഡ്രൈവർമാരാണ് മദ്യപിച്ചതായി കണ്ടെത്തിയത്. ഡ്രൈവർമാരുടെ പരിശോധന കൂടാതെ സ്കൂൾ ബസ്സുകളും ഫിറ്റ്നസ് പരിശോധിക്കുന്നുണ്ട്. മനീഷ് മഹിബാൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഈ കേൾക്കുന്ന വിവരങ്ങൾ പ്രകാരം അടിമുടി പരിശോധനകൾ വേണ്ടതാണ്. കുട്ടികളുടെ ജീവനാണ് ഇവർ കയ്യിൽ വെച്ച് കളിക്കുന്നത്. റോഷ്നി, എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്നലെ മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാവിലെ 6 മുതൽ രാത്രി 10 വരെ ജില്ലയിലെ 100 കണക്കിന് സ്കൂളുകളിലെ വാഹനങ്ങളിലുള്ള ഡ്രൈവർമാരെ പരിശോധിച്ചു. അതിൽ 9, ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, 9 ഡ്രൈവർമാർ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 5 ഡ്രൈവർമാർ ഇന്നലെ രാവിലെ തന്നെ മദ്യപിച്ചവരാണ്. മറ്റുള്ളവർ തലേ ദിവസം മദ്യപിച്ചത് പിന്നീട് അതിന്റെ രക്തത്തിന്റെ അളവ് കണ്ടെത്തുകയാണെന്ന് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിലുള്ള ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധന 9 പേർ കുടുങ്ങിയതോടെ അടുത്ത ദിവസങ്ങളിലും ഈ രീതിയിലുള്ള പരിശോധന നടത്താനാണ് പോലീസിന് തീരുമാനം. ഇന്നലെ അമ്പലപ്പുഴ കച്ചേരി മുക്കിൽ വെച്ചാണ് ആലപ്പുഴ പഴവീട് സ്വദേശി അരുൺകുമാറിനെ, 48 വയസ്സായ അരുൺകുമാറിനെ മദ്യപിച്ച് ഈ വാഹനത്തിൽ, കുട്ടികൾ, അതായത് 60 കുട്ടികളുള്ള ഒരു സ്കൂൾ ബസ്സിൽ നിന്നാണ് ഇയാളുടെ പരിശോധന നടത്തുമ്പോൾ ഇയാൾ മദ്യപിച്ചത് കണ്ടെത്തിയത്. പിന്നീട് ഈ സ്കൂൾ വാഹനം നിർത്തിയ ശേഷം പോലീസ് ഡ്രൈവറാണ് ഈ വാഹനം ഓടിച്ച് സ്കൂളിലെത്തിയത്. സ്കൂളിലെത്തുമ്പോൾ മാത്രമാണ് സ്കൂൾ അധികൃതർ ഇയാൾ ഈ വാഹനം ഓടിച്ച ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, വ്യാപകമായിട്ടുള്ള പരിശോധന പോലീസ് ജനങ്ങൾക്കിടയിൽ, അതായത് നിരത്തുകളിൽ ഓടുന്ന വാഹനത്തിൽ വലിയ പരിശോധന മദ്യപിച്ചിട്ടുണ്ടോ നടത്തുമ്പോൾ പോലും ഇത്തരം സ്കൂൾ വാഹനങ്ങൾ, അതായത് ഓട്ടോറിക്ഷ, സ്കൂൾ ബസ് അടക്കം സ്കൂൾ വാൻ അടക്കമുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു. അത്തരം വാഹനങ്ങൾ ഒഴിവാക്കിയായിരുന്നു പരിശോധന നടത്തുക. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരക്കാരെ പരിശോധിക്കാതെ വിടേണ്ട ആവശ്യമില്ല എന്ന കർശന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ രീതിയിൽ രാവിലെ 9 മുതൽ 10 വരെയുള്ള സമയങ്ങളിൽ ഓടുന്ന വാഹനങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തി മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരാളെ പോലും കണ്ടെത്താതിരിക്കാനുള്ള നടപടിയിൽ വേണ്ട, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസവും ഓപ്പറേഷൻ തൂഫാൻ കൂടി ഉൾപ്പെടുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ മദ്യപാനം മാത്രമല്ല, മറ്റ് ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ വാനിൽ ആലപ്പുഴ ചേർത്തലയിൽ ചില നിരോധിച്ച ലഹരി മരുന്നുകൾ കൊണ്ടുപോയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ വാഹനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കടത്താൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ക്യാരിയറായി മാറുന്ന ചില വിവരങ്ങൾ കൂടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിശോധന, അതായത് ഡ്രൈവർമാരെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയല്ല, വാഹനത്തിന്റെ ഫിറ്റ്നസ്, ഒപ്പം തന്നെ വാഹനത്തിൽ കയറിയുള്ള അടക്കമുള്ള പരിശോധനകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. റോഷ്നി, ശരി. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.